എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു ഇൻസ്റ്റന്റ് മാങ്ങ കറി, മാങ്ങ ഉപ്പിലിട്ടത് അല്ലെങ്കിൽ മാങ്ങ അച്ചാറ്, ആ സാധനം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? മാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ട് വെക്കണം. അപ്പൊ ആദ്യം നമുക്ക് മാങ്ങ അരിഞ്ഞ് ഉപ്പിലിടാം. ഒരു 3 മാങ്ങ ഉണ്ടായിരുന്നു, അത്യാവശ്യം വലിപ്പമുള്ള 3 മാങ്ങ വളരെ ചെറുതാക്കി നുറുക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ശരിക്കും തലേ ദിവസം ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് കറി ഉണ്ടാക്കണതാണ് അതിൻ്റെ ഒരു രീതി. അതെ, പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് അത്രയൊന്നും സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി ശരിയാക്കി എടുക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. അപ്പൊ ഇതേ ഉപ്പില് ഇട്ട മാങ്ങ ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ ഊറി വരുന്നുണ്ട്. അതവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ചേർക്കാം. വളരെ കുറച്ച്, നല്ലപോലെ പാൻ ചൂടാവട്ടെ. വളരെ കുറച്ച് എണ്ണ, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ഇനി ആ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവും. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി. ഇനി ഞാൻ തീ പതുക്കൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടി. ഇനി ഉലുവ കായം ഞാനിപ്പോൾ ഇവിടെ വറുത്ത് പൊടിച്ചതാണ്, അത് ആവശ്യത്തിന് ചേർക്കാം. ഇതൊന്ന് പതുക്കെ ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അതിനൊരു ഗ്രേവിയൊക്കെ വേണ്ടേ? സൂപ്പറാ, നല്ല വാസന വന്നു കഴിഞ്ഞു. പച്ചവെള്ളം അല്ല കേട്ടോ, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പൊ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ഇതൊന്ന് ആറി കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ആറട്ടെ. ഇപ്പൊ ചൂടോടെ ചേർത്താൽ മാങ്ങ വെന്ത പോലെ ആവും. അപ്പൊ ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ നമ്മുടെ മസാല ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഉപ്പ് പുരട്ടിയ മാങ്ങയെന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. ഞാൻ സാധാരണ മുളക് പൊടി ആട്ടോ ചേർത്തത്, കാശ്മീരി ചില്ലി പൗഡറൊന്നുമല്ല, നമ്മുടെ നോർമൽ മുളക് പൊടി. അത് അവനവൻ്റെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂണ് ഉലുവയും അതേപോലെ ഇത്ര നീളമുള്ള ഒരു കഷ്ണം കായവും കൂടെ വറുത്ത് പൊടിച്ചെടുത്തതാട്ടോ. ഇത് സ്പെഷ്യൽ മാങ്ങാക്കറിയാ. അതിൻ്റെ വാസന കൊണ്ട് വരുമ്പോഴേ വായിലിങ്ങനെ വെള്ളം വരും. ഇതൊരു സ്വാദാന്നറിയോ അത് കഴിക്കാനായിട്ട്. വെറുതെ അങ്ങോട്ട് ഒത്തിരി കയ്യിൽ അങ്ങോട്ട് എടുത്തിട്ട് വായിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നല്ല പുളിയുള്ള മാങ്ങയാണ്. ഞാൻ അതുകൊണ്ട് ഇതില് വിനീഗർ ഒന്നും ചേർക്കണില്ല കേട്ടോ. കുറുക്ക അങ്ങനത്തെ സാധനങ്ങൾ ഒന്നുമില്ല അതില്. ആവശ്യത്തിന് എരിവ് ചേർത്തിട്ടുള്ളൂ. എരിവ് കൂടിയാലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ ഊണ് കഴിക്കുമ്പോൾ തന്നെ കോഴി ഞങ്ങൾ ഇട്ട് കഴിക്കാം. മറ്റേതാകുമ്പോൾ കുറച്ച് പേരിന് കൂട്ടാനേ പറ്റുള്ളൂ. ഇത് നിറച്ച് 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 കൂട്ടാം. അതും കൂടെ നോക്കണ്ടേ അല്ലേ? നല്ല പുളിയും എരിവുണ്ട്, എല്ലാം കറക്റ്റാണ്. എരിവ് ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ആവാമെന്നേ ഉള്ളൂ.
ഇനി ഇതൊന്ന് കുപ്പിയിലാക്കി, ഇതൊക്കെ ചൂടാറിയല്ലോ, നല്ലപോലെ അറിയിട്ടുണ്ട്. കുപ്പിയിലാക്കി വെച്ചിട്ട് 2 ദിവസം, ആകാശം ഇതും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇരുന്നോളും. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് വിളമ്പാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിങ്ങനെ കുറേ കാലമൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ. ഇതൊരു മാക്സിമം ഒരു 2 ആഴ്ച 3 ആഴ്ച ഒക്കെ മാക്സിമമാണ് ഫ്രിഡ്ജിൽ വെച്ച് അത്രേ കിട്ടുള്ളൂ. അപ്പോൾ ഈസി ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.